എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററായ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന പാഠഭാഗമാണ്. അതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും 1 വേർഡ് മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണിത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി മെറ്റീരിയൽ കണ്ടീഷൻ ഇൻ ഗംഗാ ബേസൻ? ഗംഗാ ബേസനിൽ, അതായത് BC 6ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ പുതിയ ആശയങ്ങളൊക്കെ രൂപം കണ്ട സമയമായിരുന്നു. പ്രധാനമായും അത് ഗംഗാതടത്തിലായിരുന്നു. അതിന് കാരണമായ ഘടകങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം, പിന്നെ കൃഷി ഉൽപ്പന്നങ്ങളുടെ വർധനവ്, കച്ചവടം, നഗരം എന്നിവയുടെ വളർച്ച. ഇതെല്ലാമാണ് BC 6ാം നൂറ്റാണ്ടിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ രൂപം കൊള്ളാൻ കാരണമായിട്ട് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ 6th century BC വാസ് റിമാർക്കബിൾ പീരിയഡ് ഇൻ ദി വേൾഡ് ഹിസ്റ്ററി? BC 6ാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായത് എങ്ങനെ? ആൻസർ നോക്കാം. ദിസ് വാസ് ദി ടൈം വെൻ വർത്തമാന മഹാവീര ആൻഡ് ഗൗതം ബുദ്ധ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ വർത്തമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ എന്നിവരും, ഇറാനിൽ സരതുഷ്ട്ര ഇൻ ഇറാൻ, കൺഫ്യൂഷ്യസ് ഇൻ ചൈന ആൻഡ് ഹെറാക്ലീറ്റസ് ഇൻ ഗ്രീസ്. അതായത് ഇറാനിലെ സരതുഷ്ട്ര എന്ന് പറയുന്ന ആളും ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിലെ ഹെറാക്ലീറ്റസ് തുടങ്ങിയവരൊക്കെ പുതിയ പുതിയ ആശയങ്ങൾ, അതായത് ഐഡിയാസ് പ്രചരിപ്പിച്ച കാലമായിരുന്നു. പിന്നെന്താണ്? ന്യൂ പൊളിറ്റിക്കൽ സിസ്റ്റം ഓൾസോ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. പുതിയ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഒക്കെ നിലവിൽ വന്ന കാലഘട്ടമായിരുന്നു BC 6ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ റിമാർക്കബിൾ പീരിയഡായി വേൾഡ് ഹിസ്റ്ററിയിൽ കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ പീപ്പിൾ വെർ ഫോഴ്സ്ഡ് ടു തിങ്ക് എഗൻസ്റ്റ് ദ വേദിക് റൂൾസ്? ആളുകൾ വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ കാരണമെന്ത്? അത് വേറൊരു രീതിയിലും കൂടെ ആ ക്വസ്റ്റ്യൻ വരാം. Prepare a brief note socio-economic condition that developed in the Ganga Basin during 6th century BC. ആ നൂറ്റാണ്ടിൽ, 6ാം നൂറ്റാണ്ടിൽ വേദിക് പീരീഡ് ആയിരുന്നല്ലോ, വേദകാല ആചാരങ്ങളൊക്കെ ആയിരുന്നല്ലോ. അതിനെതിരെ ആൾക്കാർ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആൻസർ. ബൈ ദ 6th century BC എ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ ഹാഡ് എമറേജ്ഡ് ഇൻ ഗംഗാ ബേസൻ. 6ാം നൂറ്റാണ്ടിൽ കൃഷിയെയും കന്നുകാലികളെയും ഒക്കെ ആശ്രയിച്ചുള്ളൊരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയാണ് ഈ നമ്മുടെ ഗംഗാ ബേസിനിൽ, ഗംഗാതടത്തിൽ ഉണ്ടായിരുന്നത്. ദിസ് വാസ് നോട്ട് ടു ഹാർമണി വിത്ത് ദ വേദിക് പ്രാക്ടീസ് വിച്ച് ഗേവ് ഇമ്പോർട്ടൻസ് ടു റിച്വൽ ആൻഡ് ആനിമൽ സാക്രിഫൈസസ്. അതായത് വേദ ആചാരത്തിൽ ഈ യാഗങ്ങൾക്കും മൃഗബലികൾക്കുമൊക്കെ മുൻഗണന ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ depending on cattle was adversely affected by the widely prevalent practice of animal sacrifice as part of the rituals. ഈ യാഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ കന്നുകാലികളെയൊക്കെ ബലി കൊടുത്തപ്പോൾ അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ അത് പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കന്നുകാലികളെയൊക്കെ ബലി കൊടുക്കേണ്ടതായി വരുമ്പോൾ അവർ ഈ ആചാരങ്ങൾക്കെതിരെ ചിന്തിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഫോഴ്സ്ഡ് ടു തിങ്ക് അഗൈൻസ്റ്റ് ദ വേദിക് റിച്വൽസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് വർത്തമാന മഹാവീര? ആരാണ് ഈ വർത്തമാന മഹാവീരൻ എന്ന് പറയുന്നത്? ജൈനമതവും അതിൻ്റെ ആശയങ്ങളുമാണ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആദ്യത്തേതാണ് ഋഷഭാദേവൻ, 24ാമത്തെ ആളാണ് വർത്തമാന മഹാവീരൻ. ജൈനമത ആശയങ്ങൾ കൂടുതലായി പ്രചരിപ്പിച്ചത് ഈ വർത്തമാന മഹാവീരനാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹു ഈസ് വർത്തമാന മഹാവീര? ആരാണ് ഈ വർത്തമാന മഹാവീരൻ? അക്കോർഡിംഗ് ടു ജൈനസപ്രകാരം വർത്തമാന മഹാവീര ഈസ് ദി 24th തീർത്ഥങ്കര. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ 24ാമത്തെ തീർത്ഥങ്കരനാണ്. ഹി വാസ് ബോൺ ഇൻ വൈശാലി ഇൻ ബീഹാർ. എവിടെയാണ് ജനിച്ചത്? ബീഹാറിലെ വൈശാലി എന്ന് പറയുന്ന സ്ഥലത്താണ് വർത്തമാന മഹാവീരൻ ജനിച്ചത്. മഹാവീര ഈസ് ഓൾസോ നോൺ ആസ് ജിന. മറ്റൊരു പേരെന്താണ്? ജിന. ഹി അറ്റൈൻഡ് നിർവാണ അറ്റ് പാവ നിയർ പട്ന. നിർവാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മോക്ഷം കിട്ടുക. അതായത് അവർ കൂടുതൽ അറിവുകളൊക്കെ നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മോക്ഷം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഈ നിർവാണ എന്ന് പറയുന്നത്. അത് കിട്ടിയത് എവിടെ വെച്ചാണ്? പാട്നയിലെ പാവ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മഹാവീരന്, അതായത് വർത്തമാന മഹാവീരന് നിർവാണം കിട്ടിയത് പട്നയിലെ പാവ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇനി തീർത്ഥങ്കരന്മാരെ പറ്റി പറഞ്ഞല്ലോ. ആരാണ് ഈ തീർത്ഥങ്കരൻ എന്ന് നോക്കാം. വാട്ട് ഈസ് തീർത്ഥങ്കര? ഇറ്റ് മീൻസ് വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസറ്റിസം. അതായത് അസറ്റിസം വഴി, അതായത് സന്യാസം വഴി വിസ്ഡം കിട്ടിയവർ, അറിവ് കിട്ടിയവർ അല്ലെങ്കിൽ ജ്ഞാനം കിട്ടിയ വ്യക്തികളെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത്. അതായത് സന്യാസം ചെയ്ത് അതിൽ നിന്നും ജ്ഞാനം കിട്ടുന്ന വ്യക്തികളെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദി ഫസ്റ്റ് തീർത്ഥങ്കര? ആരാണ് ആദ്യത്തെ തീർത്ഥങ്കര? ഋഷഭാദേവനാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ. വാട്ട് ആർ ദി ഡോക്ട്രൈൻസ് ഓഫ് ജൈനിസം? ഇനി ജൈനമതത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്ട്രൈൻസ് എന്ന് പറഞ്ഞ് ജൈനമതത്തിലെ ആശയങ്ങളെ പറയുന്നതാണ് കേട്ടോ. ആദ്യത്തേത്, ഇൻ ദിസ് വേൾഡ് എവരിത്തിങ് ഹാസ് ലൈഫ്. എന്താണ്? ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ഡു നോട്ട് ഹാം എനി ലിവിങ് വിങ്സ്. നമ്മൾ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല. ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ വേസ് ഓഫ് കർമ്മ. ജനനവും പുനർജന്മവുമൊക്കെ നമ്മുടെ കർമ്മേനെ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും എന്നാണ് ജൈനമതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഡോക്ട്രൈൻസ് ഓഫ് ജൈനിസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ലാംഗ്വേജ് ഡിഡ് മഹാവീര ഷെയർ ഹിസ് ഐഡിയാസ് വിത്ത് പീപ്പിൾ? ഈ വർത്തമാന മഹാവീരൻ ഏത് ഭാഷയിലാണ് ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് ഭാഷയിലാണ്? പ്രാകൃത ഭാഷയിലാണ് അവരുമായിട്ട് ഈ ഐഡിയാസൊക്കെ പങ്കുവച്ചിരുന്നത്. വേദങ്ങളുടെ ആധികാരികത തള്ളിപ്പറഞ്ഞ ആളാണ് ഈ മഹാവീരൻ. അതായത് വേദ ആചാരങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ, വേദ ആചാരങ്ങളിൽ അവർക്ക് അവരുടേതായ യാഗങ്ങളും മൃഗബലികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ ആളാണ് നമ്മുടെ വർത്തമാന മഹാവീരൻ. അപ്പോൾ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായിട്ട് 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. എന്താണത്? ത്രിരത്നാസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനായിട്ട് അതാണ്. വാട്ട് ഈസ് ത്രിരത്നാസ്? എന്താണ് ഈ ത്രിരത്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജൈനസത്തിലെ തത്വങ്ങളാണത്. മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള 3 തത്വങ്ങളാണ്. നമുക്ക് നോക്കാം ഏതാണെന്ന്. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ദേ ആർ നോൺ ആസ് ത്രിരത്നാസ്. എന്താ? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇവ 3 ചേർന്നാണ് ത്രിരത്നാസ് എന്നറിയപ്പെടുന്നു. ഇത് ജൈനമതത്തിലെ 3 തത്വങ്ങളാണ്. ഏത് ഭാഷയിലാണ് മഹാവീരൻ തൻ്റെ ആശയങ്ങൾ പങ്കുവച്ചിരുന്നത്? പ്രാകൃത ഭാഷയിലാണ് പങ്കുവച്ചിരുന്നത്, സാധാരണ ആൾക്കാരുമായിട്ട്. അക്കോർഡിംഗ് ടു ജൈനിസം, മോങ്സ് ആൻഡ് നൺസ് വർ സപ്പോസ്ഡ് ടു ഒബ്സർവ് 5 vows. വാട്ട് ആർ ദേ? ജൈനമതത്തിൽ സന്യാസികളും സന്യാസിനിമാരുമായിട്ടുള്ള ആൾക്കാർ അവർ സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. അവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ഡോണ്ട് കിൽ എനിത്തിങ്. ഒന്നിനെയും കൊല്ലരുത്. ഡോണ്ട് സ്റ്റീൽ. മോഷ്ടിക്കരുത്. ഡോണ്ട് ലൈ. കള്ളം പറയരുത്. ഡോണ്ട് വോണ്ട് പ്രോപ്പർട്ടി. സ്വന്തമായിട്ട് സ്വത്ത് കൈവശം വയ്ക്കരുത്. പ്രാക്ടീസ് സെലിബസി. എന്താണ്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഈ 5 വ്രതങ്ങളാണ് അവിടുത്തെ മോങ്സും നൺസുമൊക്കെ അവർ ഈ ജൈനമത വിശ്വാസത്തിലേക്ക് കടക്കുമ്പോൾ എടുത്തിരുന്ന വ്രതങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി 2 സെക്ട്? ഇനി നമ്മുടെ ജൈനമതം 2ആയിട്ട് സ്പ്ലിറ്റായി, അതേപ്പറ്റിയാണ് പറയുന്നത്. വാട്ട് ആർ ദി 2 സെക്ട് ഫോംഡ് ഇൻ ജൈനിസം? ജൈനിസത്തിലേക്ക് 2ആയിട്ട് സ്പ്ലിറ്റായി. എന്നിട്ട് അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ശ്വേതംബരാസ്, 2 ദിഗംബരാസ്. ഇത് രണ്ടുമാണ് ജൈനമതത്തിലെ 2 വിഭാഗങ്ങൾ. അടുത്തത് ബുദ്ധമതത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗൗതമബുദ്ധൻ മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം തേടിയിരുന്ന ആളാണ്. അദ്ദേഹം ധാരാളം പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ജൈനസത്തെ പോലെ തന്നെ ബുദ്ധനും വേദങ്ങളെയും യാഗങ്ങളെയും ഒക്കെ ജാതി വ്യവസ്ഥയുമൊക്കെ
നിരസിച്ച ആളാണ്. നമുക്ക് നോക്കാം ബുദ്ധമതത്തെ പറ്റി. ഗൗതം ബുദ്ധ. ആരാണ് ഗൗതം ബുദ്ധ? ഒറിജിനൽ നെയിം ഈസ് സിദ്ധാർത്ഥ. ഗൗതം ബുദ്ധയുടെ ഒറിജിനൽ പേരെന്താണ്? സിദ്ധാർത്ഥ. ബോൺ ഇൻ ലുംബിനി ഇൻ നേപ്പാൾ. എവിടെയാണ്? നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൗതം ബുദ്ധ ജനിച്ചത്. അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ് അറ്റ് ബോധ് ഗയ ഇൻ ബീഹാർ. അദ്ദേഹത്തിന് ജ്ഞാനോദയം അല്ലെങ്കിൽ ബോധോദയം ഉണ്ടായത് എവിടെ വെച്ചിട്ടാണ്? ബീഹാറിലെ ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗൗതം ബുദ്ധയ്ക്ക് ബോധോദയം ഉണ്ടായത്. മനസ്സിലായല്ലോ? എവിടെയാണ് ജനിച്ചത്? നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്താണ് ബോധോദയം ഉണ്ടായത്. എവിടെയാണ്? ബീഹാറിലെ ഗയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഡെലിവേർഡ് ഹിസ് ഫസ്റ്റ് സെറിമൺ അറ്റ് സർനാഥ്. അദ്ദേഹം ഒത്തിരി പ്രഭാഷണങ്ങളൊക്കെ നടത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് എവിടെയാണ്? സർനാഥ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അറ്റൈൻഡ് നിർവാണ അറ്റ് കുഷ്നാര. അദ്ദേഹത്തിന് നിർവാണ കിട്ടിയത് എവിടെ വെച്ചിട്ടാണ്? കുഷ്നാര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. നമ്മുടെ വർത്തമാന മഹാവീരൻ എവിടെ വെച്ചിട്ടായിരുന്നു നിർവാണ കിട്ടിയത്? പാട്നയ്ക്കടുത്തുള്ള പാവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇനി ഈ ബുദ്ധിസത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ബുദ്ധാസ് പ്രിൻസിപ്പിൾസ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോ. അതായത് ജീവിതം മുഴുവൻ ദുഃഖമാണ്. ഡിസയർ ഈസ് ദി കേസ് ഓഫ് സോറോ. ഈ ദുഃഖത്തിന് കാരണം എന്ന് പറയുന്ന ആഗ്രഹങ്ങളാണ്. ഇഫ് ഡിസയർ ഇറ്റ് ഡിസ്ട്രോയിഡ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നശിപ്പിച്ചാൽ സോറോ വിൽ ഡിസപ്പിയർ. ദുഃഖം ഇല്ലാതാകും. ടു അച്ചീവ് ദിസ് ദ 8-fold പാത്ത്, അതായത് അഷ്ടാംഗ മാർഗ ഷുഡ് ബി ഫോളോവിഡ്. ഇത് സാധിക്കുന്നതിന് വേണ്ടി, ജീവിതം ദുഃഖമാണ്, ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ നശിച്ചാൽ ദുഃഖമില്ലാതാകും. ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിച്ച് ലാംഗ്വേജ് വാസ് യൂസ്ഡ് ടു ബുദ്ധ ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. ബുദ്ധ തൻ്റെ ഐഡിയാസ്, ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏത് ഭാഷയിലാണ്? ബുദ്ധ സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ഇൻ പാലി. ഏത് ഭാഷയിലാണ്? പാലി ഭാഷയിലാണ്. ദി ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. ആളുകൾ സാധാരണയായി സംസാരിക്കുന്ന പാലി ഭാഷയിലാണ് ഗൗതം ബുദ്ധ തൻ്റെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്തത്. വർത്തമാന മഹാവീര ഏത് ഭാഷയിലായിരുന്നു ആളുകളുമായി ഐഡിയാസ് പങ്കുവച്ചിരുന്നത്? പ്രാകൃത് ഭാഷയിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ സ്തൂപാസ്? എന്താണ് സ്തൂപാസ് എന്ന് പറയുന്നത്? സ്തൂപാസ് എന്ന് പറയുന്നത് നമ്മുടെ ഗൗതം ബുദ്ധൻ്റെ റിമൈൻസ് ഓഫ് ബുദ്ധ, ഫിസിക്കൽ റിമൈൻസ് ഓർ ഒബ്ജക്റ്റ് യൂസ്ഡ് ബൈ ദ ബുദ്ധ വെയർ ബറീഡ്. അതായത് ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് ഈ സ്തൂപാസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ഫേമസ് സ്തൂപാസ്? ഏതാണ് ഫേമസ് ആയിട്ടുള്ള സ്തൂപാസ്? സാഞ്ചി ആൻഡ് സർനാഥ്. അതെവിടെയാണ്? സാഞ്ചി, സർനാഥ് ഇവിടങ്ങളിലാണ് പ്രശസ്തമായ സ്തൂപാസ് ഉള്ളത്. അത് സ്തൂപാസ് എന്ന് പറയുന്നത് ധാരാളം കൊത്തുപണികളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അടുത്തത് നോക്കാം. വാട്ട് ഈസ് സംഘാസ്? എന്താണ് ഈ സംഘാസ് എന്ന് പറയുന്നത്? സംഘാസ് ഓഫ് മോങ്സ്. എന്താണ്? മൊണാസ്റ്റിക് ഓർഡേഴ്സ് വെർ ഫോംഡ് ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. സന്യാസിമാരുടെ സംഘങ്ങളാണ് ഈ സംഘാസ് എന്ന് പറയുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി രൂപീകരിച്ച സന്യാസിനിമാരുടെ സംഘങ്ങളെയാണ് ഈ സംഘാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊണാസ്റ്റിക് ഓർഡേഴ്സ്. ഓൾ പീപ്പിൾ വെർ അഡ്മിറ്റഡ് ടു സംഘ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. ജാതി, ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവർക്കും ഈ സംഘയിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു. വുമൺ ഓഫ് ദി സംഘ വെർ നോൺ ആസ് ഫിഷുണി ആൻഡ് ദ മെൻ വെർ കോൾഡ് ഭിക്ഷൂസ്. സ്ത്രീകളെ ഫിഷ്ണികളെന്നും പുരുഷന്മാരെ ഫിഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഒപ്പീനിയൻ ഓഫ് ബുദ്ധ ദ മൊണാസ്റ്റിക് ഓർഡേഴ്സ്? ഈ ബുദ്ധ സന്യാസികളെ പറ്റി നമ്മുടെ ബുദ്ധൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരെങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആസ് റിവർ, നദി പോലെ, ഫ്ലോ ഇൻ ടു ദ ഓഷ്യൻ ആൻഡ് ബിക്കം വൺ. അതായത് ഈ നദികൾ ഓരോ സ്ഥലത്തൂടെ ഒഴുകുമ്പോൾ നദികൾക്ക് ഓരോരോ പേരുകളായിരിക്കും. പക്ഷേ അത് ഒഴുകി ഒഴുകി കടലിലെത്തിച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയും? ഒന്നെങ്കിൽ കടലെന്ന് പറയും, സമുദ്രം എന്ന് പറയും. അതിൻ്റെ അകത്തോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ നദികൾക്ക് പേരില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ ബുദ്ധ സന്യാസിമാരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺസ് എ പേഴ്സൺ ബിക്കം എ മെമ്പർ ഓഫ് ദി ബുദ്ധിസ്റ്റ് സംഘ, ദാറ്റ് പേഴ്സൺ
ലോസ് ഹിസ് അല്ലെങ്കിൽ ഹെർ നെയിം, ഫോർഗെറ്റ് ദ കാസ്റ്റ്, റാങ്ക് ആൻഡ് ഫാമിലി. അതായത് നദികൾ ഒഴുകി സമുദ്രത്തിലെത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നത് പോലെ ഒരാൾ ബുദ്ധ സന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതി, പദവി, കുടുംബം എല്ലാം അവർ മറക്കണം. എന്നിട്ട് അവരെല്ലാം പിന്നെ ഒന്നാണ് എന്നാണ് നമ്മുടെ ഗൗതം ബുദ്ധ. ഈ ബുദ്ധമതം പിന്നീട് രണ്ടായിട്ട് സ്പ്ലിറ്റായി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മഹായാന ആൻഡ് ഹിനയാന. Buddhism split into Mahayana and Hinayana. The followers of Mahayana worshipped Buddha as God. മനസ്സിലായോ? മഹായാന, ഹിനയാന എന്നീ രണ്ട് പേരുകളിലേക്ക് ബുദ്ധമതം സ്പ്ലിറ്റായി. അതിൻ്റെ അകത്തെ മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ചിരുന്നവരാണ് മഹായാനക്കാർ. മനസ്സിലായല്ലോ ബുദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് ഓഫ് കോമൺ ഐഡിയാസ് പ്രൊപ്പോണൻറ്റ് ബൈ ദ ബുദ്ധ ആൻഡ് മഹാവീര. ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും കോമൺ ഐഡിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് റിലീജിയൻ ബിലീവ് ഇൻ ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്. രണ്ടുപേരും എന്താണ്? ജന്മത്തിലും പുനർജന്മത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്നു. പ്രാക്ടീസ്ഡ് നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ. റിജക്റ്റഡ് ഇത് അതോറിറ്റി ഓഫ് വേദാസ്. ഇവർക്ക് ഒന്നിനെയും കൊല്ലരുതെന്നൊക്കെ അല്ലായിരുന്നു ഇവരുടെ നിയമങ്ങൾ. പിന്നെ എന്തായിരുന്നു? വേദ നിയമങ്ങളെ, വേദ ആചാരങ്ങളെയൊക്കെ ഇവർ രണ്ടുപേര് റിജക്റ്റ് ചെയ്തിരുന്നു. അതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമൺ ഐഡിയാസ്. അടുത്തത് നോക്കാം. മെറ്റീരിയലിസത്തെ പറ്റിയാണ് അടുത്തത്. അതായത് ഭൗതികവാദത്തെ പറ്റിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾ റിലീജിയസ് പ്രാക്ടീസ് വേർ മീനിങ്ലെസ് ആൻഡ് ദാറ്റ് ദെയർ ദി നെയ്തർ ഇഹലോഹ ആൻഡ് പരലോഹ. അതായത് എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോഹം പരലോഹം എന്നൊന്നും ഇല്ല എന്നുമൊക്കെ ഒരു കൂട്ടർ വാദിച്ചു. അതാണ് മെറ്റീരിയലിസം. ദേ സെഡ് ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ്പ് ടു 4 elements. When they die, their solid matter dissolve in the earth, liquidity dissolve in the water, heat in fire, breathe in air and sense in vacuum. എന്താണ്? എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം എന്നൊന്നും ഇല്ലെന്നുമൊക്കെ ഈ കൂട്ടരെ വാദിച്ചുകൊണ്ടിരുന്നു. മനുഷ്യനെന്ന് പറയുന്നത് 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിലെ സോളിഡ് മാറ്റർ എന്ത് ചെയ്യും? ഭൂമിയിൽ ലയിക്കുന്നു. ലിക്വിഡിറ്റി ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കുന്നു. പിന്നെ ഹീറ്റ് ഇൻ ഫയർ, ചൂട് തീയിലും, ശ്വാസം ബ്രീത്ത് എയറിലും, വായുവിലും, സെൻസ് ഇന്ദ്രിയങ്ങൾ എവിടെയാണ്? ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദേ ആർ കോൾഡ് മെറ്റീരിയലിസ്റ്റ്. ഇവരെ എന്തുകൊണ്ടാണ് ഈ ഭൗതികവാദികൾ എന്ന് വിളിക്കുന്നത്? ഓൾ ദർ ഈസ് ഇൻ ദി വേൾഡ് ആൻഡ് ഇൻ us is മെറ്റീരിയൽ ആൻഡ് there is nothing immaterial. ഇവർ പറയുന്നത് എന്താണ്? ലോകത്തുള്ളതും നമ്മളും ഒക്കെ എന്താണ്? മെറ്റീരിയൽസാണ്. മെറ്റീരിയൽ അല്ലാത്ത ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല എന്നാണ് ഇവർ പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ജന? ദ ട്രൈബ്സ് ഓഫ് ദി വേദിക് പീരിയഡ് വെർ നോൺ ആസ് ജന. വേദകാലഘട്ടത്തിലെ ഗോത്ര സമൂഹ വ്യവസ്ഥയാണല്ലോ നിലനിന്നിരുന്നത്. അതിനെയാണ് ഈ ജന എന്ന് പറയുന്നത്. വാട്ട് ഈസ് ജനപദാസ്? എന്താണ് ജനപദാസ്? ദ ട്രൈബ് ഓഫ് ദി പീരിയഡ് വെർ നോൺ ആസ് ജന. അതായത് ട്രൈബിനെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ജനാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആസ് അഗ്രികൾച്ചർ ബിക്കം വൈഡ് സ്പ്രെഡ് ദിസ് ട്രൈബൽസ് കമ്മ്യൂണിറ്റി ബിഹാൻ ടു സെറ്റിൽ ഡൗൺ പെർമനൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അതായത് ഈ ആൾക്കാർ, ഈ ഗോത്ര സമൂഹം എന്ത് ചെയ്തു? കൃഷി വ്യാപകമായതോടെ ഒരിടത്ത് സ്ഥിരതാമസമാക്കി. കാരണം കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ പറ്റില്ലല്ലോ, മാറിപ്പോകാൻ പറ്റില്ല കൃഷിയുടെ വിളവെടുക്കുന്നവരെ. അങ്ങനെ അവർ ഓരോ കമ്മ്യൂണിറ്റീസായിട്ട് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി ആ സ്ഥലങ്ങളിൽ. ദിസ് കെയിം ടു നോൺ ആസ് ജനപദാസ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം അവിടെ, ഒരു കൂട്ടം ആൾക്കാരവിടെ അങ്ങനെ താമസിക്കാൻ തുടങ്ങി. അതിനെയാണ് ജനപദാസ് എന്ന് പറയുന്നത്. അടുത്തത് മഹാജനപദാസ്. എന്താണ് ഈ മഹാജനപദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ മഹാജനപദാസ് വേർ ആസ് ദ സെറ്റ് ഓഫ് 16 കിങ്ഡം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യ.
അതായത് ഈ ഗോത്ര സമൂഹങ്ങൾ ഇങ്ങനെ താമസമാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള 16 കിങ്ഡംസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി. അതാണ് ഈ മഹാജനപദാസിൻ്റെ 16 കിങ്ഡംസ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ ദി ജനപദാസ് ലെഡ് ടു ദി ഗ്രോത്ത് ഓഫ് ദി ട്രേഡ് ആസ് വെൽ ആസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺസ്. അതായത് ഈ ജനപദങ്ങൾ കാർഷിക മിച്ചോൽപാദനം, അതായത് സർപ്ലസ്, അവർ കൃഷി ചെയ്തിട്ട് അവർ വിവാഹം കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്തു? ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ആ ട്രേഡ് ചെയ്യുമ്പം അത് വാങ്ങാനായിട്ട് വന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ അതൊക്കെ പതിയെ ടൗണുകളായി. അപ്പോൾ ആൾക്കാർ ഒത്തിരി വരികയും പോവുകയും ചെയ്യുമ്പോൾ അതെന്തായി? ടൗണുകളായി മാറി. അങ്ങനെ ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം വെച്ച് കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് അത് കാരണമായി. ദിസ് റിലേഷൻ വിത്ത് അഗ്രികൾച്ചർ ആൻഡ് സോയിൽ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് ടൈം. അതായത് ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരും മണ്ണും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ടായി. അതായത് അവരുടെ കൃഷി മണ്ണിലാണല്ലോ. അപ്പോൾ അവർ അങ്ങനെയുള്ള ബന്ധം, മണ്ണുമായിട്ടുള്ള ബന്ധം വളർന്നു വന്നു. ദിസ് ഗേവ് റേസ് ടു ദി വ്യൂ ഓഫ് വൺ ലാൻഡ്. അതായത് ഈ പ്രദേശങ്ങളൊക്കെ അവരവരുടെ പ്രദേശങ്ങൾ, അതായത് അവർ ആ സമൂഹം താമസിക്കുന്ന സ്ഥലങ്ങൾ അവരവരുടെ പ്രദേശങ്ങൾ എന്നൊരു രീതിയിലേക്ക് വന്നു. അങ്ങനെ എന്തായി? ഇങ്ങനെ പല സമൂഹങ്ങൾ അവരവരുടെ പ്രദേശങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പതിയെ പതിയെ ഓരോ കിങ്ഡംസായി മാറി. അങ്ങനെയാണ് ഈ 16 കിങ്ഡംസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായതായി പറയപ്പെടുന്നത്. ദിസ് 16 പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ദാറ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ ദിസ് വേ. അങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ നിലവിൽ വന്നത്. ദിസ് വെയർ നോൺ ആസ് മഹാജനപദാസ്. ഈ 16 രാജ്യങ്ങളും കൂടെ ചേർന്നതിനെയാണ് എന്ത് പറയുന്നത്? മഹാജനപദാസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ മഹാജനപദാസ് എന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ലിസ്റ്റ് 16 മഹാജനപദാസ് ഫ്രം ദി മാപ്പ് ഗിവൺ ബിലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ജനപദാസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആദ്യത്തേത് ഏതാണ്? കംബോജ, ഗാന്ധാര, കുരു, പാഞ്ചാല, കോസാല, മല്ല, മഗധ, വാജി, സുരസേന, മത്സ്യ, വാസ്ത, കാശി, അവന്തി, ചേതി, അശ്മക, അങ്ക. ഇതാണ് ഈ 16 മഹാജനപദാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ബുദ്ധ സേ അബൌട്ട് ദി കിങ്ഡം ഓഫ് വാജി. മഹാജനപദയിലെ വാജി എന്ന കിങ്ഡത്തെ പറ്റി നമ്മുടെ ബുദ്ധ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ദിഗനികായ എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധൻ്റെ കൃതിയായ ദിഗനികയിൽ എന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്താണ് ഈ വാജി എന്ന രാജ്യത്തെ പറ്റിയും അവിടുത്തെ വ്യവസ്ഥകളെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ഡിസിഷൻ വെർ ടേക്കൺ ജോയിൻ്റ്ലി ത്രൂ ഡിസ്കഷൻ. ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ദ വർക്ക്ഡ് ടുഗദർ, ഒന്നിച്ച് പ്രവർത്തിക്കുക. റെസ്പെക്റ്റഡ് ദ എൽഡേഴ്സ്, സപ്പോർട്ട് ആൻഡ് ലിസൺ ടു കെയർഫുള്ളി. അതായത് മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണം. പിന്നെ എന്നാ ചെയ്യണം? ശ്രദ്ധയോടെ അവരെ കേൾക്കുകയും ചെയ്യണം. വുമൺ ഓഫ് വാജി ലീവ്ഡ് ഫ്രീലി. അതായത് സ്ത്രീകൾക്ക്, വാജിയിലെ സ്ത്രീകൾക്ക് എന്താണ്? ഫ്രീഡം ഉണ്ടായിരുന്നു. പ്ലേസ് ഓഫ് വർഷിപ്പ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജ് ആൻഡ് സിറ്റീസ്. ആരാധനാലയങ്ങൾ വേണമായിരുന്നു. എവിടെയൊക്കെയായിരുന്നു? സിറ്റീസിലും വില്ലേജിലും ഒക്കെ അവർക്ക് ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. പീപ്പിൾ ഓഫ് ദി ഡിഫറെൻറ്റ് ഫെയ്ത്ത് മൂവ്ഡ് എബൌട്ട് ഫ്രീലി. പല വിശ്വാസത്തിലുള്ള ആൾക്കാരെന്താ? അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അവരുടെ ആരാധനകളൊക്കെ നടത്താനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ദ പീപ്പിൾ വെർ റെസ്പെക്റ്റഡ്. ആളുകൾ ബഹുമാനിക്കപ്പെടും. അതായത് ഈ രീതിയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ബുദ്ധൻ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ വാജി നിലനിൽക്കുമെന്നാണ് നമ്മുടെ ബുദ്ധൻ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.